കൂടെ പാതി നിറച്ചാ പോരാ, നന്നായിട്ട് നിറയ്ക്കണം. നന്നായി കൂടാ നിറക്കു ನನ್ನ ಕೂಡ ನಿದ್ರೆ ಬೇಕು. അതെത്ര ചിരിച്ചിട്ടോടനെ? അല്ല മാലതി, ഈ നന്നെ കൂടെ നിദ്ര ಬೇಕು. അയ്യോ വേണ്ട സാറേ, കൊച്ചമാരറിഞ്ഞ വളരെ മോശമല്ലേ? അല്ല എന്റെ അർത്ഥം. വേണ്ട വേണ്ട, ഒന്നും അറിയാത്ത പോലെ മണ്ടം കളിക്കണ്ട. അയ്യോ സത്യമായിട്ട് എനിക്കറിയില്ല. പോ സാറേ. പറയില്ല. ആ എല്ലാവരും നന്നെ കൂടെ നിദ്ര ಬೇಕು. എന്തായി? ഒന്നും പറയണ്ട സാറേ, മാർക്കറ്റ് ഇടിഞ്ഞു. കർത്താവേ, എന്നിട്ട് ആരെങ്കിലും മരിച്ചോ? ക്യാരറ്റിന്റെ മാർക്കറ്റിനെ കുറിച്ചൊന്നും അറിയില്ലല്ലേ, പാന്റും കോട്ടും ഒക്കെ ഇട്ട് നടക്കണേ. എന്തോന്ന് വെച്ച് കിട്ടി? നമ്മുടെ പതിവാറായതുകൊണ്ട് അടിപറ്റില്ല. പണം എവിടെ? പണം എന്റെ കയ്യിലുണ്ട്. എവിടെ? കൊടുക്കാൻ വേണ്ടി ബംഗ്ലാവിലേക്ക് പോവുകയാണ്. ഞാൻ കൊടുത്തോളാം. അയ്യോ ഞാൻ കൊണ്ട് കൊടുത്തില്ല, കൊച്ചന്മാര് സമ്മതിക്കില്ല. ഞാൻ സമ്മതിപ്പിച്ചോളാം. അല്ല ഇപ്പൊ ആര് കൊടുത്താലും കുഴപ്പമില്ല. എത്ര ഉണ്ട്? കിട്ടിയ മുഴുവൻ ഉണ്ട്. ബില്ല് എവിടെ? ബില്ലോ? ഇവനാരും ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവാറായതുകൊണ്ട് വായുവിൽ എഴുതി കൂട്ടും. വായില്ലോ? വായു എയർ ഇംഗ്ലീഷ് അറിയില്ലല്ലേ? കാറ്റ്. എന്താ നാറ്റത്? ഇയാൾ കള്ളു കുടിച്ചണ്ട? ഇതാണ് ഇവിടുത്തെ കാറ്റിന്റെ കുഴപ്പം, ഒരു വൃത്തികെട്ട സ്മെല്ല്. അതെ, കൊടുക്കുന്ന ചരക്കിന്റെ കണക്ക് കൃത്യമായിട്ട് ബില്ലാക്കി വാങ്ങിച്ചോണ്ടല്ലോ. മനസ്സിലായ? ഇതെന്തത്? പേപ്പർ. തനിക്കെന്താ പേപ്പർ വെച്ചോടും ഉണ്ടോ? അതെ, ഈ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോ ഒരാഴ്ചത്തെ പേപ്പർ ഒന്നിച്ച് വാങ്ങിച്ചിട്ട് വരും. പാലക്കലച്ചനുള്ളതാ. നാളെ ഷക്കീലയുടെ പടം റിലീസ് ഉണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ചത്താ ഞാൻ കണ്ടതാ. കൊള്ള. അതെ, ഒരെണ്ണം ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ. അയ്യോ അച്ഛൻ സമ്മതിക്കല്ല. സമ്മതിച്ചില്ല പോയി പള്ളി പറയാൻ പറയും. അച്ഛൻ പള്ളി തന്നെ ഇരിക്കുന്നേ. അപ്പൊ അവിടെ തന്നെ പറയാലോ. കേറി പോ നോക്ക്. അല്ല ഇതെന്താ? ചെവി. ഇതാ മാതാവ് 100 നോട്ടാണല്ലോ. ഇതെങ്ങനെ ചെവിയിൽ വന്ന്? മാർക്കറ്റ് ഇടിഞ്ഞപ്പോ പറന്നു വന്നിരുന്നായിരിക്കും. പറഞ്ഞു വന്നായിരിക്കും. അഭ്യാസം എടുത്തോണ്ടല്ലോ. അല്ല ഒരു അബദ്ധം പറ്റിയതാ. കളിക്കല്ലേ. സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. കൊച്ചമ്മമാരോട് പറയരുതേ. പോയിക്കോ. പിന്നെ ഇത് വെച്ചോ. ഫുള്ളാ? ഇന്നെ കൂടാ നിദ്ര ಬೇಕು. ഞാൻ അത്രക്കാരനല്ല സാർ. എന്നെങ്ങനെ കാണരുത്, ഒരു സഹോദരനായിട്ട് കാണണം. സാറിനും ഇല്ല അമ്മയും പെങ്ങളും സിസ്റ്റേഴ്സും. അല്ല മാത്തൂട്ടി, കാശ് തന്നെ വളക്കാൻ നോക്കണേ. എന്നെ കിട്ടൂല. വണ്ടി വിട്ടോടാ, കുഴപ്പമാണ്. അല്ല നിങ്ങള് ഈ നന്നെ കൂടെ പോടാ. ഇനി ചീത്ത വാക്കായിരിക്കും ഇത്. നന്നെ കൂടാ നിദ്ര ಬೇಕು. ഞാൻ വെറുതെ. ഞാൻ എന്താ ഈ കാണണേ, എന്താ ഈ കേക്കണേ? കഴിഞ്ഞ ഞായറാഴ്ച പള്ളി വെച്ച് കണ്ട പോലെ അല്ലല്ലോ. ആകെ ഒരു മാറ്റം. ഒരാഴ്ച കൊണ്ട് എന്താ അത്ഭുതം ഇവിടെ ഉണ്ടായത്? വല്ല ദൈവദൂതന്മാരും പ്രത്യക്ഷപ്പെട്ടോ? എവിടെ? അതാ അതാരാ രൂപക്കൂട്ടില്? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും സ്വീകരിക്കട്ടെ. എന്താ ദൂതന്റെ പേര്? സോളമൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സോളമൻ. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ബാലുശ്ശേരി GHSലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഒരു എബ്രഹാം തോമസിനെ കുറിച്ച്? ഓർമ്മയുണ്ട്. സാറിന്റെ മോനാ. മിടുക്കൻ. നിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടാക്കിയ മാറ്റം ഞാൻ കണ്ടു. വരണ്ട മണ്ണിലേക്ക് ഒരു പുതുമഴ പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നന്നായി. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗായികയെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമായിരുന്നില്ലല്ലോ. സോളമനും നന്നായിട്ട് പാടും. അതെയാ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കൂടാം. ഞാനും ഇത്തിരി സംഗീതവും പാട്ടുമൊക്കെ ഉള്ള കൂട്ടത്തിലാ. ഇതായിരുന്നു കാലത്ത് തന്നെ ഒരെണ്ണം എഴുതി കമ്പോസ് ചെയ്തേ ഉള്ളൂ. ഇനി ഇത് തെലുങ്കിലേക്കോ കന്നഡത്തിലേക്കോ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. മനസ്സിനകത്തൊരു യേശു, മയിൽ പീലിയേശു, മാമ്പുണ്ണിയേശു, മെയ്യ സകലം യേശു, മനസ്സിനകത്തൊരു പ്ലാങ് പ്ലാങ്. എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. പക്ഷെ ഇതൊരു പഴയ സിനിമാ പാട്ടല്ലേ ഫാദർ? ഇടയ്ക്കിടയ്ക്ക് യേശു യേശു എന്ന് കേട്ടിയത് നന്നായിട്ടുണ്ട്.
അച്ഛന്റെ പാട്ടെഴുത്ത് ഇങ്ങനെയാ. പഴയ സിനിമാ പാട്ടുകൾക്കിടയില് യേശുവിനെയും മാതാവിനെയും പരിശുദ്ധാത്മാവിനെയും തിരികെ അങ്ങ് കേറ്റും. അല്ല അത് ഒരു ക്രിയേഷൻ ആണല്ലോ. ക്രിയേഷൻ അല്ല, ക്രിമേഷനാ. പിന്നെ പാരഡി എന്നും പറയും. ഞാൻ ചായ എടുക്കാം, അച്ഛനിരിക്കെ. ഇരിക്കാവുന്ന സമയമില്ല, ഞാൻ ഇറങ്ങുക. എന്റെ വണ്ടി വഴി വെച്ച് ഓഫായി. ആ മാത്തുക്കുട്ടി ഏൽപ്പിച്ചിട്ടാ പോകുന്നേ. അച്ഛൻ ആ വണ്ടി ഒന്ന് മാറ്റിക്കൂടെ? മോഹമില്ലാഞ്ഞിട്ടല്ലേ. നാട്ടിൽ ചെല്ലുമ്പോ ഓരോ ഇടവകയിലെ അച്ഛന്മാര് മാരുതിയും സെന്നും സെൽഫോണും ഒക്കെ ആയിട്ട് പായുന്ന കാണുമ്പോ കൊതിയാവുക. പക്ഷെ നിങ്ങളുടെ ആ കെട്ടുവള്ളത്തൊക്കെ ഭേദമാണല്ലോ എന്റെ വണ്ടി എന്നുള്ള സമാധാനം മാത്രമേ ഉള്ളൂ. അയ്യോ, എന്താ ഞാൻ വന്ന കാര്യം മറന്നു. ഇവിടെ എസ്റ്റേറ്റ് നോക്കാൻ ഒരു മാനേജർ വന്നു എന്ന് പറഞ്ഞു. ഏതോ ഒരു ആജാനുബാഹു. ആജാനുബാഹു? ആ, ഒരു സോമൻ. അയ്യോ, അത് സോളമൻ തന്നെയാ. സോമാന്ന് ചുരുക്കി വിളിക്കുന്നതാ. ഓഹോ, എന്നാൽ സോമൻ എന്ന സോളമൻ എന്ന് വന്നേ. ഇത്തിരി കുശലം പറയട്ടെ. വന്നേ, വാ. എന്താ നിന്റെ ഉദ്ദേശം? മനസ്സിലായില്ല. അന്നയും ആലീസും പാവങ്ങളാ, വെറും ശുദ്ധാത്മാക്കള്. അവരുടെ മുമ്പിൽ നീ ദൈവദൂതനായിരിക്കും. പക്ഷേ പുറത്തു പറഞ്ഞു കേട്ടിടത്തോളം നീ ആളത്ര ശരിയല്ല. പുറത്ത് ആരെന്ത് പറഞ്ഞു? അതാരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് വന്ന പത്രം നീ ആ മാത്തുകൊണ്ട കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു മേടിച്ചതുള്ളത് സത്യമാണോ? ഓ, അത് ശരി. ഒരെണ്ണം ഞാൻ എടുത്തു എന്നുള്ളത് നേരാ, പക്ഷെ പിടിച്ചു പറിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആ ആള് പറയുന്ന കേട്ട് അച്ഛനെന്നെ തെറ്റിദ്ധരിക്കരുത്. ആ ആളുടെ കുറച്ച് വെട്ടിപ്പ് ഞാൻ പിടിച്ചു, ഒന്ന് വരട്ടി. അപ്പൊ തന്നെ ഞാൻ അച്ഛനോട് പോയി ഇതിന്റെ ഇരട്ടിയായിട്ട് പറഞ്ഞു കൊടുക്കും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നത്. അതെ, സത്യം. ഫാദർ സത്യം ചെയ്യുമ്പോ എപ്പോഴും കർത്താവിനെ പിടിച്ച് സത്യം ചെയ്യുന്നത് നല്ലത്. അതാ അച്ഛന്മാർക്ക് സേഫ്. അച്ഛൻ എന്നെ വിശ്വസിക്കാം. പിന്നെ അന്ന ടീച്ചറും ആലിസ് ടീച്ചറും എനിക്കെന്റെ സ്വന്തം അമ്മയെ പോലെ. ഒന്നല്ല, രണ്ടമ്മമാരുടെ സ്നേഹം ഒരുമിച്ച് കിട്ടിയ സന്തോഷത്തില് ഞാൻ എന്നെ തന്നെ മറന്നുപോയെന്നുള്ള സത്യ. അല്ലാതെ സോറി. ആ മത്തകുത്തി വന്ന് പറഞ്ഞത് കേട്ടപ്പോ ഏതോ ഒരു ബറാബസ് ആണെന്നാ ഞാൻ വിചാരിച്ചത്. എന്തായാലും പരിചയപ്പെട്ടത് നന്നായി. സമയം കിട്ടുമ്പോഴൊക്കെ പള്ളിമേട്ടിലേക്ക് വരണം, നമുക്ക് കൂടാം. പാരഡി മാത്രമല്ല, ഒറിജിനലും ഉണ്ട്. ശരി ഫാദർ. ആ പിന്നെ സോളമന് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? പേടിയോ? ഹേയ്, പിന്നെന്തിനാ കൂടെ കിടക്കാൻ അവനെ വിളിച്ചത്? ആരെ? ആ മത്തകുത്തിയെ. ആര് വിളിച്ചു? എപ്പോ വിളിച്ചു? നന്നെ കൂടെ നിദ്ര വേക്കൂ എന്ന് നീ അവരോട് പറഞ്ഞോ? അത് ഞാൻ പറഞ്ഞു. ആ എന്ന് പറഞ്ഞാ കൂടെ കിടക്കാൻ വരുന്നുണ്ടെന്നാണ് അതിന്റെ. ഒന്നുമില്ലേ, കൂടെ നന്നായിട്ട് നിറയ്ക്കണമെന്ന് പറഞ്ഞു. കൂടെ നന്നായിട്ട് നിറയ്ക്കണമെന്ന്. ആ, എന്തായാലും അവനോട് പറഞ്ഞത് പറഞ്ഞു. വല്ല പെമ്പിള്ളാരോടും പറയാണ്ടിരുന്നത് ഭാഗ്യം. ഈശോ മറിയ ഔസേപ്പേ, കൂട്ടിലിരിക്കും പുണ്യാള, കാട്ടിലെ പെണ്ണിനെ മാറ്റിക്കോ, പീഡനമാണ് പെണ്ണിൻ ലക്ഷ്യം, നീ വായോ. മാതാവേ, ഏറ്റെടുത്ത ജോലി യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ചെയ്തു തീർക്കാനുള്ള മനസമാധാനവും ധൈര്യം എനിക്ക് തരണമേ. ആരുടെയും വെറുപ്പിനും ദേഷ്യത്തിനും എന്നെ ആളാക്കരുതേ മാതാവേ. തിന്നോ തിന്നോ, നന്നായിട്ട് തിന്നോ. നിന്റെ ഒടുക്കത്തെ അത്താഴ മോനെ. നോക്കണ്ട നോക്കണ്ട, നീ എന്നെ അങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട. കിക്കിലി ചേട്ടത്തി ഇക്കാര്യത്തിൽ നിരപരാധിയാ മോനെ. ചിക്കൻ എന്ന് കേട്ടാ കത്തിയെടുക്കാൻ നിൽക്കുന്നില്ല അവൻ. അവനെ നോക്കി നീ പേടിപ്പിക്കും. ചേർത്തിയേ, പൂവനോട് എന്താ ഒരു കിന്നാരം? ആ, സോഫി മോൾ എത്തിയോ? നീ വേഗം വരണേന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്റെ മോളെ, ഒന്നും പറയണ്ട. എസ്റ്റേറ്റ് നോക്കാൻ ഒരു യമകാലൻ വന്നിട്ടുണ്ട്. ഇവിടെയുള്ള മിണ്ടാപ്രാണികളെ ഒക്കെ കൊന്നു തിന്നാ. ദേ, ഒരുത്തന്നെ അവന്റെ ഒടുക്കലത്തെ അത്താഴം വെച്ചു കൊടുത്തിരിക്കുക. നിന്റെ പുന്നാര പൂച്ചയെ സൂക്ഷിച്ചോ. ഒന്നും കിട്ടിയില്ലെങ്കിലേ അവൻ അതിനെയും കത്തിവെക്കും. ആ കോമൻ. കോമനോ? ആ, അവന്റെ ചേച്ചി ഒരുത്തി കൊണ്ടാക്കി വെച്ച് പോയതാ. ഓ, അതാണല്ലേ വിരുന്നുകാരുണ്ടെന്ന് അയമ്പൂട്ടിക്ക പറഞ്ഞത്. കൊച്ചമ്മമാരുടെ ബന്ധുവാ? ഓ, എന്നാ ബന്ധുവാ. പണ്ടെങ്ങാണ്ടോ പഠിപ്പിച്ചിരുന്ന പള്ളിക്കൂടത്തിൽ പഠിച്ചതോ മറ്റോ ആണെന്ന്.
കൊച്ചമ്മമാർക്ക് ഇപ്പൊ അവനില്ലാതെ ഉമിനീരിറങ്ങത്തില്ല. വെളുത്തിരുന്ന മുടിയെല്ലാം കറുപ്പിച്ച് അവൻ ഈ കുടുംബം വെളുപ്പിക്കും. വെളുപ്പിക്കേ? നീ തന്നെ കണ്ടോ, രണ്ടെണ്ണത്തിന് ഈ മഞ്ഞത്തും വെയിലത്തും കാട്ടിലും മേട്ടിലും ഒക്കെ തുള്ളിച്ചോണ്ട് നടക്കുക. ഇക്കണക്കിന് പോയാലേ മോൾ അവരധികകാലം നോക്കേണ്ടി വരില്ല. രണ്ടുപേർക്കും കൂടി 4 കഷ്ണം പഞ്ഞിയുടെ ആവശ്യമുള്ളൂ. പരദൂഷണം പറയാണെന്ന് വിചാരിക്കരുതേ. സുഖമില്ലാത്തവരും അങ്ങനെ തുള്ളിക്കാൻ പറ്റത്തില്ലെന്ന് ചേർത്തിക്ക് പറയാനില്ലേ? ഓ, നമ്മള് പറഞ്ഞ അവിടെ ആര് കേക്കാനാ? എന്നെ കണ്ടാലേ സിനിമാ നടിയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് പുതപ്പിക്കാൻ നോക്കിയതാ. നമ്മൾ എത്ര കുളിര് കണ്ടതാ. ആളിവിടെ ഉണ്ടോ? ഉണ്ട്. ത്രിസന്ധി ആവാൻ പോണ നേരത്തെ ഉടക്കാനൊന്നും നിക്കണ്ട. ഞാൻ ഏഷ്യന് കൂട്ടിയതാന്ന് പറയും. കൊച്ചമ്മമാരുടെ അടുത്ത് തലയെ കെട്ടി വെച്ചിരിക്കല്ലേ. തഞ്ചത്തിൽ നിന്ന് പൂച്ചക്കുഞ്ഞിനെ എടുക്കുന്ന പോലെ ചെവി തൂക്കിയെടുത്ത് പുറത്ത് കളഞ്ഞാ മതി. ഇല്ലേലേ ചിലപ്പോ മോള് പുറത്താവും. എനിക്ക് അങ്ങനെ ആരുടെയും കാലും അടിയും മുത്തുന്ന സ്വഭാവം ഇല്ലെന്ന് ചേർത്തിക്ക് അറിയാലോ. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, ഇല്ലെങ്കിൽ സോഫി ആരാണെന്ന് ആൾ അറിയും. മാതാവേ, വെളുക്കാൻ തേച്ചത് പാണ്ടാവോ? ആ ബാ 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 ബാ. മ്യാവ് 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 മ്യാവ്. പൂച്ച പേടിച്ചു. ആരാ? എന്നാതാ ഇവിടെ ഒരു ശബ്ദം? അയ്യോ, എന്റെ മോളെ, കർത്താവേ, നീ അവനെ അടിച്ചിട്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ, നീ അവനൊന്നും ചെയ്യരുതെന്ന്. വേണ്ട വേണ്ട, നീ അവനൊന്നും ചെയ്യരുത്. നീ ഒന്നും ചെയ്യരുത്. വേണ്ട, മോളെ. അയ്യോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഞാൻ കത്തി 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 വിട്. വേണ്ട വേണ്ട, വിട് മോളെ, പറഞ്ഞൊന്നും കേട്ട. ഒരാണല്ലേ, നീ എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ എനിക്കറിയാം. എന്താ ഇവിടെ ബഹളം? എന്താന്നറിയില്ല. ആദ്യം ഈ കുട്ടി വന്നു, പുറകെ കിക്കിലെടുത്ത് കത്തിയായിട്ട് വന്നു, പിന്നെ പിടിയും വലിയായി. അവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അല്ല, അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലേ? എന്ത് പ്രശ്നം? എന്നാ ചേട്ടത്തി, എന്നതാ ഇവിടെ? എന്റെ കൊച്ചമ്മേ, ഒരു പറ്റു പറ്റിപ്പോയി. ഈ കുട്ടി ഇവനെ അടിക്കുന്നു പറഞ്ഞ അവിടുന്ന് വന്നതായിരുന്നു. ഞാൻ പറഞ്ഞു, മോളെ ഇപ്പൊ ഒന്നും ചെയ്യല്ലേ, എല്ലാറ്റിനും ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട്. ഒരു പൂച്ചക്കുട്ടിയെ പിടിച്ചു കളയുന്നത് പോലെ ഇവനെ എടുത്തു പുറത്താക്കാൻ. ഞാൻ വന്നപ്പോ കർത്താവിനെ പോലെ ഇവൻ നിലത്ത് വീണടിച്ചു കിടക്കണത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ കുട്ടി. അപ്പൊ കിക്കിലിയടത്തെയാണ് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവിടെ കുഴപ്പമുണ്ടാക്കിയത് അല്ലയോ? ഓ, ഇപ്പൊ കിക്കിലിട്ടാ കുഴപ്പക്കാരി. ഓ, എന്തെല്ലാം പ്രതീക്ഷിച്ചു വന്നതാ. നല്ല തല്ലുണ്ടാവും വിചാരിച്ചതാ. ഈ കത്തിയെടുത്ത് അവന്റെ പള്ളേ കയറ്റിയാൽ മതിയായിരുന്നു. ഇനി ആരെങ്കിലും വിളിച്ചാലേ എന്റെ പട്ടി വരും. അയ്യോ എന്റെ അമ്മേ. സോഫി മോളെ എപ്പോ വന്നു? ഞാൻ ചായ എടുക്കട്ടെ. ആ, ഞങ്ങൾ എപ്പോഴും പറയാറില്ലേ ഹോം നേഴ്സിനെ പറ്റി. ഇതാ അവള്, ഞങ്ങളുടെ സോഫി മോള്. പിന്നെ ഇത് സോമനാ. കുട്ടിക്ക് എന്നെ വല്ലാതെ ഇഷ്ടായെന്ന് തോന്നുന്നു. പ്രഷർ കൂടിയിട്ടുണ്ട്. നീ വന്നില്ലയോ? അതിന്റെ ടെൻഷൻ കൊണ്ടാ. അതൊന്നല്ല, നാട് മുഴുവൻ തുള്ളി നടന്നിട്ടാ. അതെങ്ങനെ തുള്ളിച്ചോണ്ട് നടന്ന് സോപ്പിടാൻ ഓരോരുത്തർ വേഷം കിട്ടി ഇറങ്ങിയിരിക്കല്ലേ? അത് തുള്ളലും കഴിഞ്ഞ് സ്വന്തം കാര്യം നോക്കി അവരങ്ങ് പോവും. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലേ സമാധാനം പറയേണ്ട ഞാനാ. ഹോംനെസ് എന്ന് പറഞ്ഞ് വെറുതെ വേഷം കെട്ടി വന്നല്ല ഞാൻ. ഉത്തരവാദിത്തപ്പെട്ടവരുടെ എഗ്രിമെന്റോടെ വന്നതാ. എന്താ സുഖം. ഈ ഹോമിയോ നേഴ്സ് എന്ന് പറഞ്ഞപ്പോ നാവിന് ഇത്രയും നീളമുള്ള യക്ഷിയാണെന്ന്, അല്ല കക്ഷിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ദേ, എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടണ്ട. അവരുടെ രണ്ടാളുടെ അവസ്ഥ എന്താന്ന് എനിക്ക് അറിയൂ. പെട്ടെന്ന് അങ്ങനെ നാട് മുഴുവൻ തുള്ളിച്ചോണ്ട് നടന്ന് സന്തോഷിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ പറ്റിയ കണ്ടീഷനിലല്ല അവര്, അറിയോ? ആഹാ, പിന്നെയും സുഖം. ജാമ്പൂനൊക്കെ പഴക്കമുള്ള 2 പീസുകളാ. അതെ, ഞാനും കണ്ടിട്ടുണ്ട് കുറെ ഹോം നേഴ്സുമാരെ. രോഗികളെ ജയിൽ പുള്ളികളെ പോലെ ട്രീറ്റ് ചെയ്യുന്നല്ല ഹോം നേഴ്സിംഗ്. ഞാനിവിടെ വരുമ്പോ അവിടെ തന്നെ ഏതോ നരകത്തിൽപ്പെട്ട ആത്മാക്കളെ പോലെ ആയിരുന്നു അവര്. എന്റെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് കൊണ്ടാണ് അവർക്ക് ജീവൻ വെച്ചത്. അവരൊന്ന് ചിരിച്ചു കണ്ടത്. ഈ ബംഗ്ലാവ് ശരിക്കും ഒരു സ്വർഗമായി.
അതെ സംശയം ആ പാലക്കച്ചനോട് ചോദിച്ചു നോക്ക്. എനിക്കൊരു ഒലക്കൽ അച്ഛനോട് ചോദിക്കണ്ട. ചേർത്തി വെള്ളം തിളച്ചോ? അയ്യോ ചൂടാവല്ലേ, ദേ തിളച്ച ആവി വരുന്നു കണ്ടില്ലേ? കിക്കിലെടുത്തിയേ എന്തോ ഈ ഹോമിയോ നേഴ്സ് എന്ന് പറഞ്ഞ കളക്ടർ എന്നാണോ അർത്ഥം? ദേ കൊച്ചിനെ നോക്കാൻ വന്നൊരു കൊച്ചിനെ നോക്കിയാ മതി, കൊച്ചമ്മയെ നോക്കണ്ട. ദേ തോട്ടം നോക്കാൻ വന്നൊരു തോട്ടം നോക്കിയാ മതിന്ന്. കേട്ടല്ലോ. എടി വേണ്ട എന്റെ അടുത്ത് വെളിച്ചെടുത്തിട്ടില്ല, കാലുമണിക്കടിച്ച ഒഴിച്ചിട്ടുണ്ടല്ലോ. അവളോട് മാത്രം ഉടക്കാൻ നിക്കണ്ട. ദേഷ്യം വന്ന അവളുടെ സ്വഭാവം അവക്ക് തന്നെ അറിഞ്ഞൂടാ. പോരാത്തതിന് തിളച്ച വെള്ള കയ്യിലിരിക്കുന്നത്. നല്ല ചൂടുള്ള വെള്ള. ആ അങ്ങനെയാണെങ്കിൽ ഞാൻ അവളോട് ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്കല്ലേ. ഞാൻ എന്തിനു മോഹം കളയുന്ന കിക്കിലെടുത്ത് പോരാണെന്ന്. എനിക്കാണെങ്കിൽ ദേഹം അയ്യോ ഗ്യാസ്. നല്ല അസല് മിലിറ്ററി റമ്മും ചുക്ക വറവിൽ ചിക്കനും അടിച്ചിരുന്ന നമ്മള് വെറും നാടൻ ചാരായോ കപ്പ പുഴുക്കലും ആയി ഇല്ലടാ. அந்த மேனேஜர் ஐயாவே പേസാതെ. അവനെ പറ്റി പേസാതെ. നായ് ചൊറി നായ്. ஆமா அந்த சுருநாய் மேனேஜரை இப்படி விட்டா അവൻ പോയിടും. என்ன ஆசானே மேலே குடிக்கிறதுக்கு பச்சை தண்ணி போലും കിടക്കാതെ വായ്മൂടറാ. ഇപ്പൊ ഒലത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ പാലക്കരച്ച അവൻ മന്ത്രവാദം ചെയ്ത് കുപ്പിയിലാക്കി കോർക്കിട്ട് മുടിയില്ലടാ. അവൻ നമ്മ നനച്ച മാതിരിയല്ലടാ. അവന്റെ കയ്യിലെന്തോ കൂടോത്രമുണ്ട്. அதை விட பெரிய மயக்க மந்திரம் தெரிஞ்ச ஆளு நம்ம கையில இருக்க നിജമാ? ஆசானே குடிக்கிறது இந்த சாராயத்து மேல சத்தியம், உங்க மேல சத்தியம். நீ இல்லையா? உங்க மேல சத்தியம். കുഞ്ഞിമുത്തുന്ന് കേൾവിപ്പെട്ടിരിക്കാ? ഇപ്പൊ കേട്ട്. വലിയ മന്ത്രവാദി, പെരിയ ആള്. തീയിലെ சுட்ட கோழி இருக்குல்ல கோழி, அந்த கோழிய மந்திரத்தை சொல்லி பறக்க வைப்பாரு. നിജമാ? நிஜமா. அது மட்டுமல்ல, மந்திரத்தை சொல்லி அவரை பும் பும் சொன்னா போதும் அந்த பறக்கிற கோழி அப்படியே கோழிக்கறி ஆயிடும். ചേർത്തി എന്താ അത്? ഇന്ന് രാവിലെ ഓടിക്കളിച്ചില്ലേ അവനാ. ഇത് ഒടുക്കലത്തെ അത്താഴം കൊടുത്തില്ലേ? എങ്ങനെ സ്റ്റൈലായിട്ടില്ലേ? എടുത്തോണ്ട് പോ. ഞാനാ പറയുന്ന എടുത്തോണ്ട് പോവാൻ. കിക്കിലിയേ ഏ? ചേർത്തി അതോടെ വെച്ച്. ആ. ചേർത്തി എടുത്തോണ്ട് പോ. എടി ഒന്നേഴ്സേ വെളച്ചിൽ എന്നോട് വേണ്ട. എന്റെ പേഷ്യൻസ് അത്താഴം കഴിക്കാൻ വരുന്ന സമയം. നിന്റെ പേഷ്യൻസോ? നീ തടി ഇവിടെ ആശുപത്രി നടത്താം? അതെ, അവന്റെ മുന്നിലിരുന്ന് ശവം തിന്നെ ഞാൻ സമ്മതിക്കില്ല. ഷവോ? ഇത് ചിക്കൻ കറി അല്ലേ? അത് തന്നെ ഞാനും പറഞ്ഞത്. ജീവനുള്ള എന്ത് ചത്താലും അത് ശവ. അത് കോഴിയായാലും പശുവായാലും പട്ടിയായാലും ആടായാലും ശവം തന്നെയാ. അതെടി കോഴിയുടെ മാത്രല്ല പട്ടിയുടെയും പൂച്ചയുടെയും വേണ്ടി വന്ന് നിന്റെ ശവം തിന്നി ഞാൻ ഈദിയ മീനാടി. ഭർത്താവേ ഏ? എന്നെ തിന്നല്ലേ. ചേർത്തി അതോടെ വെക്ക. ചേർത്തി എടുത്തോണ്ട് പോവാൻ. വെക്കാനാ പറഞ്ഞ. നിങ്ങൾ വെക്കുകയോ പിടിക്കുകയോ തിന്നുകയോ എന്തെന്ന് വെച്ചാ ചെയ്തോ. എന്നെ അങ്ങ് വിട്ടേരെ, ഞാൻ വീട്ടിൽ പോകേണ്ടതാ. ചേർത്തി വീട്ടിൽ പോക്കോ. അവന്റെ ഒരു ഒടുക്കത്തെ അത്താഴോ. എന്താ? അല്ല, ഓട്സും കൂടി എടുക്കട്ടെ എന്ന് ചോദിച്ചത്. ഉണ്ടോ? ഓ. ഇത് കെടുക്കാൻ എന്നാത്തിനാ ചോദിക്കുന്നത്? എടുത്തോണ്ട് വാ. ചേർത്തി അവന്റെ ഒരു തമാശ. മട്ടനും കൂടി ആവായിരുന്നു. എന്നതാ എന്നതാ ഇവിടെ?